ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മൈ വേ ബൈ കല്യാണിയെ കുറിച്ചാണ്. അതായത് പുള്ളിക്കാരിയും ഒരു സ്കിൻ ക്ലിനിക്കുമായിട്ട് കുറേ ഇഷ്യൂസ് റീസെൻ്റ്ലി നടന്നതാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇപ്പോൾ പുള്ളിക്കാരി വീണ്ടും ആ ക്ലിനിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ടോപ്പിക്കിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ബേസിക് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരിക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാം ത്രൂവിൽ അത് കുറേ ആക്രി ക്രീമിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് അവസാനം പുള്ളിക്കാരുടെ സ്കിന്നിന് പണി കിട്ടി. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരി ഇതേപോലത്തെ ഒരു ക്ലിനിക്കിൽ പോയി, സ്കിൻ ക്ലിനിക്കിൽ പോയി. ആ സ്കിൻ ക്ലിനിക്കിൻ്റെ പേരാണ് Therefore I Am എന്ന് പറഞ്ഞ ക്ലിനിക്ക്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇതേപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവിടെ പോയി. ഹോസ്പിറ്റലിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തു, നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ ബില്ല് കൊടുത്തത്. ബില്ല് കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാർ ചോദിച്ചു, ഇതെന്താ ബില്ല് എനിക്ക് തരുന്നേ, ഞാൻ കൊളാബ് ചെയ്താൽ പോരെ എന്ന് ഇരിക്കുന്നു. അപ്പോൾ തന്നെ ക്ലിനിക്കുകാർ അപ്പം തന്നെ പറയുന്നു, അതായത് ഞങ്ങൾക്ക് കൊളാബൊന്നും വേണ്ട മാഡം, ഞങ്ങൾക്ക് പൈസ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഞാൻ കൊളാബും പ്രതീക്ഷിച്ചല്ലേ ഇവിടെ വന്നേ, അപ്പോൾ നിങ്ങൾ കൊളാബ് എടുക്കില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതിനുശേഷം ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് കൊളാബിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളുടെ ഇത് ഓൾറെഡി ഫേമസാണ്. അതായത് സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഞങ്ങളുടെ ഇവിടെ ക്ലിനിക്കിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, മഞ്ജു വാര്യർ പോലത്തെ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഞങ്ങളുടെ ക്ലിനിക്കിൽ വരാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൊളാബിൻ്റെ ആവശ്യമില്ല. ഇത് പുള്ളിക്കാരുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു, പുള്ളിക്കാരുടെ ഈഗോ ഹേർട്ടായി. പുള്ളിക്കാരി വേറെ ക്ലിനിക്കിൽ പോകുന്നത് ശരി, ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മതിയാക്കി പുള്ളിക്കാരി വേറെ ക്ലിനിക്കിൽ പോകാമെന്ന് പറഞ്ഞു. അവരോട് ഇതേപോലത്തെ കൊളാബിൻ്റെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഓക്കെ നമുക്ക് കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത്ര നാൾ ട്രീറ്റ് ചെയ്താണല്ലോ ഈ ഹോസ്പിറ്റലിലാണ്, Therefore I Am എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ക്ലിനിക്കിലാണ് ഇത്ര നാൾ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഈ പുള്ളിക്കാരി മെഡിക്കൽ ചാർട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല മറ്റേ ഹോസ്പിറ്റലിൽ പോയാലും. പുള്ളിക്കാരിയുടെ ഈ ഒരു ഡോക്യുമെൻറ്റ് ചോദിച്ച് പുള്ളിക്കാരി ഇതേപോലെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഹോസ്പിറ്റലുകാർ പറഞ്ഞു, അതായത് കുറച്ച് ഡിലേ ഉണ്ടാവും, അത് നമ്മുടെ ടെക്നിക്കൽ ഇററുണ്ട്, കുറച്ച് ഡിലേ ഉണ്ടാവും എന്ന് പറഞ്ഞോളൂ. ഇത്ര മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അതിനുശേഷം ഇവർ ഭയങ്കര അലമ്പായിരുന്നു. അതായത് ഇവർ റേബൻ ഗ്ലാസ് ഒക്കെ മറ്റേ മെറ്റാ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടെ നേരെ പോയത്. അതായത് ഈ റെക്കോർഡ് ചെയ്യുന്ന ഭാഗം, അതായത് ഇതൊരു കണ്ടന്റ് ആക്കണം എന്ന രീതിയിൽ തന്നെയാണ് അവർ ക്ലിനിക്കിൽ പോയത്. ഈ പുള്ളിക്കാരുടെ ഹസ്ബൻഡും കൂടെ ചേർന്ന് ക്ലിനിക്കിൽ പോയത്. ആ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കുറേ പേര് കണ്ടതിൻ്റെ ഹോസ്പിറ്റലിൽ കയറി ഭയങ്കര അലമുണ്ടാക്കിയതിന് ശേഷം ഹോസ്പിറ്റലുകാർ കേസ് കൊടുത്തു, ഈ പുള്ളിക്കാരിയും കേസ് കൊടുത്തു. വന്ന് പുള്ളിക്കാരി ആ വിഷയത്തിൽ ഭയങ്കരമായിട്ട് കള്ളിയായി മാറി. അതിനുശേഷം ഇപ്പോൾ പുള്ളിക്കാരിക്ക് ആ റിവഞ്ച് എങ്ങനെയെങ്കിലും റിവഞ്ച് എടുക്കണമെന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് പുള്ളിക്കാരി വിവരാവകാശം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ ഇത് കൊടുത്തു, ഈ ഹോസ്പിറ്റലിൽ അഗെയിൻസ്റ്റ് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു സാധനം കിട്ടി, പുള്ളിക്കാരി അത് പോസ്റ്റ് ചെയ്തു. പുള്ളിക്കാരി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോസ്പിറ്റലിൽ അതായത് ലൈസൻസോ മാങ്ങാത്തൊരു ഒന്നുമില്ല, ഈ ഡോക്ടർ ഉടായിപ്പാ എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ അങ്ങനെ ഒരു കോഴ്സ് പോലും എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ, അതായത് ഡോക്ടർ ഫാത്തിമ നിലിഫർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ക്വാളിഫിക്കേഷനും മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമായതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് എവിടെയും പുള്ളിക്കാരി പറഞ്ഞില്ല പുള്ളിക്കാരി അമേരിക്കയിൽ കോഴ്സ് എടുത്തിട്ടുണ്ടെന്ന് എവിടെയും പറയുന്നില്ല, പുള്ളിക്കാരി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിവരാവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ ലൈസൻസ് ഒന്നുമില്ല. പിന്നെ അത് ഇത്രയും കോടിക്കണക്കിന് രൂപ ഒരു ക്ലിനിക്കിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലൈസൻസ് ഇല്ലാതെ ആരെങ്കിലും തുടങ്ങുമോ? അത് ഈ കാലഘട്ടത്തിൽ 2026 കാലഘട്ടത്തിൽ പറയുമ്പോൾ, അതായത് പുള്ളിക്കാരി കാര്യമായിട്ട് പോസ്റ്റ്, പുള്ളിക്കാരുടെ ഭാഗത്ത് ശരിയാണെന്ന രീതിയിലുള്ള പോസ്റ്റർ ഇട്ടത്, അതായത് ഇവർ ഉടായ്പാണെന്ന രീതിയിൽ ആ ക്ലിനിക്കാർ ഉടായ്പാന്ന രീതിയിലുള്ള പോസ്റ്റർ ഇട്ടത്. പക്ഷെ അപ്പാടെ പാളിപ്പോയി, ബാക്ക് ഫയർ ആയിപ്പോയി. അതായത് ആ ഹോസ്പിറ്റലുകാർക്ക് തന്നെ പോസിറ്റീവ് ഇമേജായി മാറിയിരിക്കുകയാണ്. അതായത് ആ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുറേ പേരുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ റിവ്യൂ എടുത്ത് നോക്കിയാൽ മതി. അത് ഏകദേശം 4.9 4.7 സംതിങ് അടുപ്പിച്ച് റേറ്റിംഗ് ഉണ്ട് ആ ഹോസ്പിറ്റലിന്, ആ ക്ലിനിക്കിന്. അപ്പോൾ അങ്ങനെയുള്ള ക്ലിനിക്കിൽ ഉടായ്പാണെങ്കിൽ നേരത്തെ കുറേ പേര് മെൻഷൻ ചെയ്തേനെ. ഇത് കൊളാബറേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പേരിൽ തുടങ്ങിയ ഒരു പരിപാടിയാണിത്. നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണ്, സമ്മതിച്ചു, ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് എല്ലാം കൊളാബ് കിട്ടണമെന്നില്ല. അപ്പോൾ അവിടെ നിങ്ങൾ മാന്യമായി അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം, നിങ്ങൾ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ മാന്യത. ഇത് അവിടെ പോയിട്ട് കൊളാബ് ചോദിച്ചു, കൊളാബ് കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ ആ ഒരു ഹോസ്പിറ്റലിനെ ഫോളോവേഴ്സിനുള്ള പേരിൽ ഡിഫെയിം ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രിൻസ് എന്ന് പറഞ്ഞ മറ്റൊരു പടമുണ്ട്, എന്താണ് ദിലീപേൻ്റെ പടത്തെ. അതിനകത്ത് ഈ ഇവർക്ക് കണ്ടന്റ് കിട്ടാത്ത സമയത്ത്, അതായത് മറ്റേ അതിൻ്റെ അകത്ത് ഹീറോയിൻ മറ്റേ ഇതേപോലെ ഹോട്ടലിൽ ഇതേപോലെ ക്ലീൻ അല്ലെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ വിഷ്വൽസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേപോലത്തെ പരിപാടി എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും വേറൊരു ചേച്ചി ഇതിനെ പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ആളും പിന്നെ ഈ ഡോക്ടർ തമ്മിൽ നടത്തിയ ഒരു ഓഡിയോ ക്ലിപ്പാണ്. അതായത് ഒരു 30 മിനിറ്റുള്ള ഓഡിയോ ക്ലിപ്പാണ്. അതിനകത്ത് ഈ ഇഷ്യൂവിനെ, കല്യാണമായിട്ടുള്ള ഇഷ്യൂ എന്നല്ലാണ്ട് നല്ലൊരു സ്കിൻ കെയറിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊരു സ്കിന്നകത്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കണം കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ്, എന്തായിരിക്കും നല്ലൊരു സ്കിൻ കെയർ ട്രീറ്റ്മെന്റിന്റെ കോൺസെപ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ റഫായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇത്ര നാളും ചെയ്തിരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളൊരു കാര്യം ഒരു റഫായിട്ടൊരു നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോഴും ഒരുപാട് സ്കിൻ കെയർ റുട്ടീനുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ പല കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. കാരണം ഒരുപാട് പേര് എന്നോട് പേഴ്സണലി ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇതാക്കുന്നത്. കാരണം ഒരു സ്കിൻ കെയറിനെ പറ്റിയിട്ടൊക്കെ, അതായത്
നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കേണ്ട ആവശ്യകത അവർ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം അതുപോലെ ഒരു ക്ലിനിക്കിൽ പോകാൻ നല്ല എക്സ്പെൻസീവ് ആണ്. അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള സാമ്പത്തികമുള്ള ആളുകളായിരിക്കത്തില്ല എല്ലാവരും. പക്ഷെ നമുക്കൊരു ഐഡിയ കിട്ടും, ഒരു നല്ലൊരു സ്കിന്നിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടും. അപ്പം അത് അറിയാൻ വയ്യാത്തൊരു 30 മിനിറ്റുള്ള ഓഡിയോ കേൾക്കുവാണെങ്കിൽ അതൊരു പൊതുവായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൂടിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതെന്നുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പലർക്കുമുള്ള കുറച്ച് ഫോൾസ് ആയിട്ടുള്ള കുറച്ച് തോട്ട് മാറ്റാൻ പറ്റും. കാരണം അതിന്റെ കമന്റ് സെക്ഷൻ വന്നിരിക്കുന്നത് ഇത്ര നാളൊരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റ് തപ്പി നടക്കുകയായിരുന്നു, ഇപ്പം ഈ കല്യാണം മുഖേന ഇവരെ ഇപ്പം അറിയാൻ പറ്റിയല്ലോ, ഇങ്ങനെ ഒരു ക്ലിനിക്കിനെ പറ്റി അറിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് വന്നു. കാരണം അത് കേട്ടിട്ട് എനിക്കും ഇപ്പം നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളൊരു ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളൊരു സംഭവം ഒരു ഡെർമറ്റോളജിസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഇംപ്രസീവ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കൺസേൺ ഉള്ളവർക്ക് അത് കേൾക്കുവാണെങ്കിൽ റഫായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പം എല്ലാവരും പോയി കാണുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇത് തന്നെ പറയാനുള്ളത്. അതായത് ഇവരുടെ ഈ ഒരു ഇത് വന്നതിന് ശേഷം ആ ഹോസ്പിറ്റലുകാർക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടി, ഒരു പ്രൊമോഷൻ കിട്ടിയ പോലെ ആയിപ്പോയി ഫ്രീ ആയിട്ട്. അതായത് ഇവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരുടെ ഇമേജ് കാക്കണം, അതുകൊണ്ട് കാക്കാനായിട്ട് മാക്സിമം ഭയങ്കര ചീപ്പ് ഗെയിമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാണ്ട് ഹോസ്പിറ്റൽ ലൈസൻസ് ആ ഡോക്ടറിന് ഇതൊന്നുമില്ല, സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ഉടായ്പ ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇട്ടിരിക്കുന്നത് അതിനകത്ത് പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാമിൽ. അതിപ്പോൾ എന്തു ലോജിക്കാന്ന് എനിക്ക് അറിയാൻ പാടില്ല. വിവരാവകാശം വഴിയാണ് പുള്ളിക്കാരി ഇതൊക്കെ ഇത് കിട്ടിയത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കോഴ്സ് ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരി ട്രെയിനിങ് ആണ് അറ്റൻഡ് ചെയ്തത്, US പോയ ട്രെയിനിങ് ആണ് അറ്റൻഡ് ചെയ്തെന്ന് പുള്ളിക്കാരിയുടെ ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി മാസ്റ്റേഴ്സ് ഓഫ് സയൻസ് ഇൻ ഡെർമറ്റോളജി ഫ്രം കിങ്സ് യൂണിവേഴ്സിറ്റി ഫ്രം ലണ്ടൻ, അവിടെ നിന്നാണ് പുള്ളിക്കാരി പഠിച്ചിറങ്ങിയത്. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് ചുമ്മാ ഒരു പോസ്റ്റ് ഇട്ട് ആ പുള്ളിക്കാരി അത് അവരുടെ സൈഡ് വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെ ആയിപ്പോയി. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് തന്നെ ബാക്ക് ഫയർ ആയിട്ടുണ്ട്, എല്ലാവർക്കും കാര്യം കത്തി. ഇത് കണ്ട കുറച്ച് അന്തം ഫാൻസ് ഉണ്ട്, പുള്ളിക്കാരുടെ അന്തം ഫാൻസ് ഉണ്ട്, അവരെ വെച്ച് ബാക്കിയുള്ളവർക്കൊക്കെ കാര്യം കത്തി. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്തേപോലത്തെ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം.